വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. കാട്ടുതീയില് 50 ഏക്കറോളം കത്തിനശിച്ച സജ്ജൻഗഡ് വന്യജീവി സങ്കേതം അഥവാ സജ്ജൻഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഏത് രാജ്യമാണ് 100 കിലോമീറ്റർ അകലെ നിന്ന് മനുഷ്യന്റെ മുഖ വിശദാംശങ്ങൾ പകർത്താൻ കഴിയുന്ന ലേസർ ഇമേജിംഗ് സാങ്കേതിക വിദ്യയുള്ള ചാര ഉപഗ്രഹം നിർമ്മിച്ചത്? ചൈന. പെൺകുട്ടികളുടെ ക്ഷേമത്തിനായി മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നിവ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുര. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. ഇന്ത്യൻ പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ജസ്റ്റിസ് വി രാമസ്വാമി. ഇന്ത്യൻ പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജി ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ജസ്റ്റിസ് വി രാമസ്വാമി. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലുള്ള മാധവ് ദേശീയോദ്യാനത്തെ ഇന്ത്യയുടെ എത്രാമത്തെ കടുവാ സങ്കേതമായാണ് പ്രഖ്യാപിച്ചത്? 58ാമത്തെ. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ മാധവ് ദേശീയോദ്യാനം ഇന്ത്യയിലെ 58ാമത്തെ കടുവാ സങ്കേതമായി മാറി. അടുത്ത ചോദ്യം. ഫെബ്രുവരിയിൽ രാജിവെച്ച എൻ ബീരൻ സിംഗ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? മണിപ്പൂരിലെ. മണിപ്പൂരില് 1.5 വർഷമായിട്ട് വംശീയ കലാപം നേരിടുകയാണ്. അപ്പൊ അതിന് പരിഹാരം കാണാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം രാജിവെക്കുന്നത്. അപ്പൊ മണിപ്പൂരിലെ രാജിവെച്ച ആരാണ് മുഖ്യമന്ത്രി? എൻ ബീരൻ സിംഗ് ആണ് എന്ന് ഓർക്കുക. എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഹരിച്ച് കൊടുമുടിയിലേക്കുള്ള പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ച രാജ്യം ഏതാണ്? എവറസ്റ്റിലേക്കുള്ള മലിനീകരണ പ്രശ്നം പരിഗണിച്ച് കൊടുമുടിയിലേക്കുള്ള പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ച രാജ്യം ഏതാണ്? നേപ്പാളാണ്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ജേതാക്കൾ ആയത് ആരാണ്? ഇന്ത്യ. ആരെയാണ് തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയെയാണ് തോൽപ്പിച്ചത്. എവിടെയാണ് കളി നടന്നത്? മലേഷ്യയിലെ കോലാലംപൂരിലാണ് കളി നടന്നത്. അടുത്തത്. ഇന്ത്യൻ കരസേനയുടെ കൽക്കത്തയിലെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യമിന്റെ പുതിയ പേര് എന്താണ്? വിജയ് ദുർഗ് എന്നാണ്. ഇന്ത്യൻ കരസേനയുടെ കൽക്കത്തയിലെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യമിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. അടുത്തത്. ആൻ ഇന്ത്യൻ സ്റ്റോറി ഓൺ ബഗൽപൂർ ബ്ലൈൻഡിങ്സ്, ഭോപ്പാൽ, ബിയോണ്ട് ജെനോസൈഡ്സ്, ദ എക്സ്പെൻഡബിൾ പീപ്പിൾസ്, ജാർഖണ്ഡ്. ഇത്തരം ഡോക്യുമെന്ററികളുടെ സംവിധായകനായ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ വ്യക്തി ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? തപൻ കെ ബോസ്. അപ്പൊ ഈയിടെ അന്തരിച്ച ഡോക്യുമെന്ററി സംവിധായകൻ അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകനൊക്കെയാണ് തപൻ കെ ബോസ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഡോക്യുമെന്ററികളാണ് ഞാൻ നേരത്തെ വായിച്ചത്. ആൻ ഇന്ത്യൻ സ്റ്റോറി ഓൺ Bhagalpur Blindings. An Indian story on Bhagalpur Blindings. Next one, Bhopal, Beyond Genocide. Bhopal, Beyond Genocide. അടുത്തത്. The Expendable People. ദ എക്സ്പെൻഡബിൾ പീപ്പിൾ. കൂടാതെ ജാർഖണ്ഡ്. ഇതൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററികളാണ്. കൂടാതെ അദ്ദേഹം ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അദ്ദേഹം അന്തരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് തപൻ കെ ബോസ് എന്നാണ്. എന്താണ്? തപൻ കെ ബോസ് എന്നാണ് കേട്ടോ. അടുത്തത്. സ്വതന്ത്ര ഇന്ത്യയില് ഏറ്റവും അധികം ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ഏത് ധനമന്ത്രിയുടെ റെക്കോർഡാണ്
നമ്മുടെ നിർമ്മല സീതാരാമൻ, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ മറികടന്നത്. 2025 അവര് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ ആരുടെ എന്താ പറയാ തുടർച്ചയായി അവതരിപ്പിച്ച 7 ബഡ്ജറ്റ് തുടർച്ചയായി അവതരിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു ധനമന്ത്രി. അദ്ദേഹത്തിന്റെ റെക്കോർഡാണ് മറികടന്നത്. ആരുടെ റെക്കോർഡാണെന്ന് ചോദിച്ചാൽ CD ദേശ്മുഖിന്റെ ആണ് കേട്ടോ. ആരുടെയാണ്? CD ദേശ്മുഖ്. നിർമ്മല സീതാരാമൻ തന്നെയാണ് ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരണം. ഇപ്പോ അതിന്റെ റെക്കോർഡും ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന റെക്കോർഡും ആർക്ക് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ് കേട്ടോ. അതുപോലെ ഏറ്റവും അധികം ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡും ആർക്ക് തന്നെയായി? ഇപ്പോ നിർമ്മല സീതാരാമനായി. ആദ്യം CD ദേശ്മുഖിനായിരുന്നു. അപ്പൊ 2 റെക്കോർഡ് ആരുടെ കയ്യിലാണ്? ഇപ്പോ നിർമ്മല സീതാരാമന്റെ കയ്യിലാണെന്ന് ഓർക്കുക. അടുത്തത് ചിനാർ വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി, ചിനാർ എന്ന് പറയുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിന് ജമ്മു കാശ്മീർ സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ പേര് എന്താണ്? ഡിജിറ്റൽ ട്രീ ആധാർ. ഡിജിറ്റൽ ട്രീ ആധാർ. ഡിജിറ്റൽ ട്രീ ആധാർ. ഇനി യുണൈറ്റഡ് ബൈ യുണീക്. യുണൈറ്റഡ് ബൈ യുണീക് എന്നത് 2025 ഏത് ദിന ആചരണത്തിന്റെ വിഷയമാണ്? യുണൈറ്റഡ് ബൈ യുണീക് എന്ന് പറയുന്നത് 2025 ഏത് ദിനം ആചരിച്ചതിന്റെ വിഷയമായിരുന്നു? ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം ആചരിച്ചു. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം ആചരിച്ചു. അതിന്റെ ദിനാചരണ വിഷയം യുണൈറ്റഡ് ബൈ യുണീക് എന്നായിരുന്നു. യുണൈറ്റഡ് ബൈ യുണീക്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കേരള സർക്കാരും ഒരു ബോധവൽക്കരണ പദ്ധതി കൊണ്ടുവന്നു 2025 ലോക ക്യാൻസർ ദിനാചരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നത് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ കൊണ്ടുവന്ന ബോധവൽക്കരണ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഡൽഹിയില് ഒരു വനിതാ മുഖ്യമന്ത്രി ഈ അടുത്തിടെ അധികാരത്തിലേറ്റു. മുഖ്യമന്ത്രി നമ്മള് അവരുടെ പേര് പഠിച്ചിട്ടുണ്ട്, രേഖ ഗുപ്ത അല്ലെ. മുൻപ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അത്. അവര് ഡൽഹിയിലെ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് എന്നാണ് അറിയേണ്ടത്. എത്രാമത്തെയാണ്? 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. അടുത്തത് നോക്കൂ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഭവന പദ്ധതിയുടെ പേര് ഒപ്പം എന്നാണ്. ഒന്നും കൂടെ പറയാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ, അതായത് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും നന്നായി പഠിക്കുന്ന കുട്ടികളും അവർക്ക് വീടില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് വീട് വെച്ച് നൽകാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ഭവന പദ്ധതി ആരംഭിക്കുകയാണ്. ഭവന പദ്ധതിയുടെ പേര് എന്താണ്? ഒപ്പം എന്നാണ്. എന്താണ് പദ്ധതിയുടെ പേര്? ഒപ്പം എന്നാണ് കേട്ടോ. ഇനി അടുത്തത് 67ാമത്തെ ഗ്രാമി പുരസ്കാരം പ്രഖ്യാപിച്ചു. അതിലൂടെ ഏറ്റവും കൂടുതൽ ഗ്രാമി റെക്കോർഡുകൾ, അവാർഡുകൾ നേടിയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒരു അമേരിക്കൻ പോപ്പ് ഗായികയാണ്. ആരാണ് അവർ? ബിയോൺസെ എന്നാണ് അവരുടെ പേര്. അപ്പൊ 67ാമത്തെ ഗ്രാമി പുരസ്കാര നേട്ടത്തിലൂടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് നേടിയ അമേരിക്കൻ പോപ്പ് ഗായികയുടെ പേരാണ് ബിയോൺസെ. അവർക്ക് 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് അവര് നേടിയത്. അവര് പോപ്പ് ഗായിക മാത്രമല്ല, നടിയും സംവിധായികയും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ നടിയാണ്, സംവിധായികയാണ്, അതുപോലെ തന്നെ ഗായികയാണ്, 43 വയസ്സുള്ള ലേഡിയാണ്. അവര് 35 ഗ്രാമി പുരസ്കാരങ്ങള് നേടിയിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് ക്രിക്കറ്റിലെ സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ അവാർഡിന്റെ പേരെന്താണ്? കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ക്രിക്കറ്റില് സമഗ്ര സംഭാവനയ്ക്ക്, നമ്മൾ ഓരോന്നും ഇപ്പൊ സാഹിത്യത്തിന് സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കണു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ക്രിക്കറ്റില് കുറെ നാളുകളായിട്ട് നടത്തിയ സമഗ്ര സംഭാവനയ്ക്ക് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ആ അവാർഡിന്റെ പേര് കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നാണ്.
കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മ ഇപ്പൊ നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ആരാ നേടിയത്? സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോ ക്രിക്കറ്റില് സമഗ്ര സംഭാവനയ്ക്കുള്ള ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല, നാഷണൽ കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദ് നഗറിലാണ് വരുന്നത്. ഇനി ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്ന ത്രിഭുവൻ ദാസ് പട്ടേലിന്റെ ഓർമ്മയ്ക്കായി ഈ സർവകലാശാലയ്ക്ക് ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിലെ ആനന്ദ് നഗരത്തിലാണ് നിലവിൽ വരുന്നത്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് കണക്കാക്കുന്ന ത്രിഭുവൻ ദാസ് പട്ടേലിന്റെ ഓർമ്മയ്ക്ക് ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് ഈ സർവകലാശാലയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. അടുത്തത് 2023 ഇപ്പോഴാണ് അത് പ്രഖ്യാപിക്കുന്നത്, അതുകൊണ്ടാണ് 23 കാര്യം പറയണേ. കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ആരാണ്? നമ്മുടെ ISRO മുൻ ചെയർമാനായ ഡോക്ടർ S സോമനാഥ് ആണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ISRO മുൻ ചെയർമാൻ ഡോക്ടർ S സോമനാഥ് ആണ്. അടുത്ത ചോദ്യം, അനധികൃതമായി കുടിയേറിയ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരെ കൈവിലങ്ങിട്ടും കാലുകൾ ബന്ധിപ്പിച്ചും സൈനിക വിമാനങ്ങളിൽ തിരികെ എത്തിച്ച രാജ്യം ഏതാണ്? US ആണ്. അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ഇന്ത്യയിലത്തെ പൗരന്മാരും മറ്റ് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരെയൊക്കെ കൈവിലങ്ങിട്ടും കാലുകളൊക്കെ ബന്ധിപ്പിച്ചും സൈനിക വിമാനങ്ങളിൽ തിരികെ രാജ്യങ്ങളിലേക്ക് എത്തിച്ച രാജ്യം ഏതാണെന്നാ ചോദിക്കണേ. ഏതാ രാജ്യം? US ആണ്. അടുത്തത്, കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ്, എന്താണ്? പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കുന്നത് ആർക്കാണ്? കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കുന്നത് ആർക്കാണ്? ചെറുവയൽ രാമനാണ്. ആർക്കാണ്? ചെറുവയൽ രാമൻ. അദ്ദേഹം പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകനാണ്. വയനാട് സ്വദേശിയാണ് കേട്ടോ. ചെറുവയൽ രാമൻ. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരമൊക്കെ ലഭിക്കേണ്ടായെന്നും കൂടി ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം, ലോക ആരോഗ്യ സംഘടന അഥവാ WHO അടുത്തിടെ മലേറിയ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തെയാണ്? ജോർജിയ. ലോകാരോഗ്യ സംഘടന ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് ഓർത്തുവെക്കണം. അടുത്ത ചോദ്യം, അടുത്തിടെ പോർച്ചുഗലിൽ അന്തരിച്ച ഷിയ ഇസ്മായിലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവും ശതകോടീശ്വരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ വ്യക്തി ആരാണ്? ആഗാ ഖാൻ നാലാമൻ. അടുത്തിടെ പോർച്ചുഗലിൽ അന്തരിച്ച ഷിയ ഇസ്മായിലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവും ശതകോടീശ്വരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ വ്യക്തിയാണ് ആഗാ ഖാൻ നാലാമൻ. ആരാണ് അദ്ദേഹം? ആഗാ ഖാൻ നാലാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡറുകൾക്ക് വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈയിടെ അന്തരിച്ചു. അദ്ദേഹം മദർ തെരേസയുടെ ജീവചരിത്രം രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ ഫെയ്ത്ത് ആൻഡ് കമ്പാഷൻ, ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് മദർ തെരേസ എന്ന പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേരെന്താണ്? നവീൻ ചാവ്ല. എന്താണ് പേര്? നവീൻ ചാവ്ല. അപ്പൊ മദർ തെരേസയുടെ ജീവചരിത്രം രചിച്ച ആളാണ്. അതുപോലെ തന്നെ ഫെയ്ത്ത് ആൻഡ് കമ്പാഷൻ, ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് മദർ തെരേസ എന്ന പുസ്തകം രചിച്ചതും ആരെന്നെയാണ്? നവീൻ ചാവ്ല എന്നാണ്. ട്രാൻസ്ജെൻഡറുകൾക്ക് വോട്ടവകാശം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അല്ലെങ്കിൽ അവരെ അതർ എന്ന് പറയുന്ന, മറ്റുള്ളവർ എന്ന് പറയുന്ന ലിംഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? നവീൻ ചാവ്ല എന്നാണ്. ആരാണ്? നവീൻ ചാവ്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ മാരാമൻ കൺവെൻഷൻ ആണ്
പമ്പ മണപ്പുറത്ത് നടന്നത്, അതായത് ഫെബ്രുവരിയിലാണ് നടന്നത്. എത്രാമത്തെ മാരാമൻ കൺവെൻഷൻ ആണ്? 130ാമത്തെ മാരാമൻ കൺവെൻഷൻ ആണ് നടന്നത്. 130ാമത്തെ. അപ്പൊ ഇന്ന് നമ്മൾ 25ഓളം കറണ്ട് അഫയേഴ്സ് പഠിച്ചു. ഓരോ ആഴ്ചകളിലും ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ഇത്തരം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ചില ആഴ്ചകളിൽ 2 വരെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. എല്ലാവരും ഭംഗിയായിട്ട് അത് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. കാരണം പരീക്ഷകൾക്ക് ഇനിയിപ്പോ മെയ് മാസത്തില് നമ്മള് കണ്ടു, സെക്രട്ടേറിയറ്റിന്റെ ഒക്കെ തന്നെ പ്രിലിംസ് വരാൻ പോവാണ്. എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. അതുകൊണ്ട് ഒരു മാർക്ക് പോലും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് പോവാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ടും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.